ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഓട്ടൻ്റെ റെസിപ്പി കേട്ടാലോ. ഞാൻ ഓട്ടൻ ഉണ്ടാക്കുന്നത് കാണിച്ചപ്പോൾ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിരുന്നു റെസിപ്പി വേണം കേട്ടോ. അപ്പോൾ ഞാൻ അരിപ്പൊടി ഉപയോഗിച്ചിട്ടും അരി കുതിർത്തിട്ടും ഓട്ടട ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പത്തിരീൻ്റെ പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഏത് പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക കേട്ടോ. ആവശ്യത്തിന് പൊടി എടുത്തിട്ട് നമ്മൾ മിക്സിയിലാണ് ഒരു ബാറ്റർ അരച്ചിട്ടെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം മിക്സിയിൽ കറങ്ങി വരാൻ പാകത്തിന് മാത്രം പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുക. ഒന്ന് നനച്ചെടുത്താൽ മതി. നിങ്ങളെ മിക്സിയിൽ കറങ്ങി വരാൻ പാകത്തിന് മാത്രം, ബാക്കി നമ്മൾ ചുടുവെള്ളം ഒഴിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കലക്കിയെടുക്കുക. അതിൽ 2 ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കുക. അതൊരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് ചുടുവെള്ളമാണ് ഒഴിക്കുന്നത്. അത്യാവശ്യം ലൂസിലാണ് കേട്ടോ ഞാൻ ഈ മാവ് ചെയ്യാറുള്ളത്. ദോശൻ്റെ ഒന്നും ലൂസല്ല, പക്ഷെ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ഒരു ലൂസിലുള്ള മാവാണ് വേണ്ടത്. ആ ഒരു പരുവം വരെ നമ്മൾ നല്ല തിളച്ച വെള്ളം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒഴിക്കലും നന്നായിട്ട് ഇളക്കലും ഒരുമിച്ചാവണം. അല്ലെങ്കിൽ പിന്നെ പൊടി വെന്ത് കട്ടയായി പോയി കേട്ടോ. നല്ല തിളച്ച വെള്ളം ഒഴിക്കണത്. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതോടുകൂടി തന്നെ നല്ലോണം കലക്കിക്കൊണ്ടിരിക്കുക. ആവശ്യത്തിന് തേങ്ങയും ചേർത്ത് കൊടുക്കുക. ധാരാളം തേങ്ങ ചേർത്താൽ ചെറുതായിട്ട് ലൈറ്റായിട്ട് അടിഭാഗം ഒന്ന് കളർ മാറുന്നേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് നമ്മൾ ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓട് നല്ലോണം ചൂടായതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിക്കുമ്പോൾ ഫസ്റ്റ് ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ചട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. ഫസ്റ്റത്തെ പ്രാവശ്യം മാത്രം, പിന്നെ തടവേണ്ട ആവശ്യമില്ല. ഓരോ അപ്പം ചുട്ട് കഴിഞ്ഞാലും നല്ലൊരു ഡ്രൈ ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ കൊണ്ടോ നന്നായിട്ട് തുടച്ചു കൊടുക്കുക. മാവ് ഒഴിക്കുമ്പോൾ നല്ലോണം താഴ്ത്തിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ സാധാരണ നിറച്ച് ഹോൾസ് വന്നതിന് ശേഷം മൂടാണ് ചെയ്യുക. നിങ്ങൾക്ക് ഒറ്റ ബോള് പോലെയാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഉടൻ തന്നെ മൂടി കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ ഒരു 1/2 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിറച്ച് ഹോളുകൾ വരും ഇതിൽ. അതിന് ശേഷം ഒന്ന് മൂടിയിട്ട് ഒരു 1/2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യുക, എടുക്കുക. നല്ല അടിപൊളി ഓട്ടടയാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി വീണ്ടും വേറെ റെസിപ്പി ആയിട്ട് വരാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.